ഹലോ നമസ്കാരം, രഞ്ജിത്ത് അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അനുഭവങ്ങൾ പാളിച്ചകളിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ചാണ്. മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കാരണം പലപ്പോഴും ഇവരുടെ പ്രോസസ്സ് പ്രോപ്പറായിട്ട് സ്ട്രീം ലൈൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവരിൽ ഒരുപാട് ഡിലേയ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പ്രോഫിറ്റ് ലീക്കേജസ് ഉണ്ടാവുന്നുണ്ട്, കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഞങ്ങൾ എറണാകുളം ജില്ലയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അഡ്രസ്സ് ചെയ്ത ഒരു കഥയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ലീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ലീൻ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒപ്റ്റിമം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി പ്രിൻസിപ്പിളാണ്. അത്തരത്തിലുള്ളൊരു ക്വാളിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5-6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിനെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രശ്നം വേസ്റ്റേജ് ആണ്. അതായത് നമ്മൾ റോ മെറ്റീരിയൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് അടക്കം, അത് കൊണ്ടുവരുന്നതും അത് ഉപയോഗിക്കുന്നതും ഒക്കെ ആ പ്രോസസ്സ്, അതിൻ്റെ രീതി, അത് ഇൻസെർട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന രീതി ഒക്കെ ഇതിൻ്റെ വേസ്റ്റേജിന് ചിലപ്പോൾ കാരണമാവാം. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നത് മുതൽ അത് അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് വരെയുള്ള പ്രോസസ്സിനെ സ്ട്രീം ലൈൻ ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വേസ്റ്റിൻ്റെ അതും പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ പറ്റും. ഒപ്പം തന്നെ നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സാധനങ്ങൾ ആവശ്യമില്ലാതെ അതിൻ്റെ വേസ്റ്റേജായിട്ട് വരുന്നുണ്ടാവും. ഇത് പലപ്പോഴും ഈ വേസ്റ്റേജുകൾ മിക്കവാറും മാനുഫാക്ചറിങ് പ്ലാന്റുകളിൽ നോക്കിയാൽ അറിയാം. ഒരു ഔട്ട്പുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗമൊക്കെ വേസ്റ്റേജായിട്ട് കുന്നുകൂടി കിടക്കുന്നുണ്ടാവും, പ്യുവർ വേസ്റ്റായിട്ട്. ആ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതിനെ വിറ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കാനുമുള്ള ഒരു പ്ലാൻ നമുക്കില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയലുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഒഴിവാക്കുക, അതായത് അതിന് മാക്സിമം ഉപയോഗിക്കാനും ഒപ്പം തന്നെ ഔട്ട്പുട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകളെ റീസൈക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ റീയൂസ് ചെയ്യാനോ ഉള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അടുത്തൊരു പോയിൻ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് അൺനെസസറി ആയിട്ടുള്ള ഇൻവെൻട്രി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക. ആവശ്യമുള്ള ഇൻവെൻട്രി മാത്രം കൃത്യമായിട്ടുള്ള സമയത്തേക്ക് എത്തിക്കുക. അതിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവശ്യമുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ, കൃത്യമായി സപ്ലയറുമായിട്ട് നമുക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ ലോജിസ്റ്റിക്സ് പെർഫെക്റ്റ് ആണെങ്കിലൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ബഫർ അടക്കമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്. അതായത് അനാവശ്യമായിട്ട് സ്റ്റോർ ചെയ്ത് നമ്മുടെ സ്പേസ് കളയേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ ഈ സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മൾ വലിയ ഒരു ക്യാപിറ്റൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അത്യാവശ്യമുള്ള സമയത്തിൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി എന്ന് പറയുന്നത് പ്രായോഗികമാക്കിയെടുക്കാം. എല്ലാ കാര്യത്തിലും ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല. എങ്കിൽ പോലും എത്രമാത്രം നിങ്ങൾക്ക് ഇൻവെൻട്രി ഒഴിവാക്കാമോ, അനാവശ്യമായ ഒരു ഡെഡ് സ്റ്റോക്ക് വരുന്നത് ഒഴിവാക്കാമോ, ആ രീതി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ നമ്മളവിടെ ഒരു ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഒരു ലീൻ മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സൈക്കിളുകളുടെ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മെത്തഡോളജി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ അൺനെസസറി ആയിട്ട് ഈ പ്രൊഡക്ഷനിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ലേഔട്ട് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മെഷീൻ ചിലപ്പോൾ ഒരു ബോട്ടിൽ നെക്ക് ആയിരിക്കും. അത് ചിലപ്പോൾ ഒരല്പം വേഗത കുറഞ്ഞ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മെഷീനറി ആയിരിക്കും. ആ മെഷീനറി മാത്രം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ പ്രൊഡക്ഷൻ സൈക്കിളിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വീക്കായിട്ടുള്ള 1-2 ലിങ്കുകൾ നമ്മൾ മാറ്റിയതിലൂടെ
പ്രൊഡക്ഷൻ സൈക്കിൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 10 ബാച്ച് എടുക്കാൻ പറ്റിയിരുന്നത് ഏകദേശം 12 ബാച്ച് ഒരു ദിവസം എടുക്കാൻ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് വന്നു, പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുന്നതിലൂടെ. അടുത്തത് റെസ്പോൺസ് ടൈം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. റെസ്പോൺസ് ടൈം എന്ന് പറയുമ്പോൾ മാർക്കറ്റിനോടുള്ള റെസ്പോൺസാണ്. മാർക്കറ്റിൽ പല വിധത്തിലുള്ള ആവശ്യകതകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിലെ ആവശ്യകതകളോട് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ആ റെസ്പോൺസ് ടൈം പെട്ടെന്ന് കൊടുക്കുക, അതായത് കസ്റ്റമർ കെയർ വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിർത്തുകയും ആ റെസ്പോൺസ് ടൈം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ റെസ്പോൺസ് ടൈം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അതിന് നമ്മളുടെ കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ അടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു കസ്റ്റമർ ഒരു സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്ത സ്ലോട്ടിൽ തന്നെ അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും കറക്റ്റായിട്ടുള്ളൊരു ബാച്ച് അനുസരിച്ചോ അല്ലെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ചോ പലപ്പോഴും അവിടെ പ്രൊഡക്ഷൻ സംഭവിക്കാറില്ല. അപ്പോൾ കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നപ്പോൾ കൃത്യമായിട്ടുള്ള പ്രയോറിറ്റി അനുസരിച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് മാനുഫാക്ചറിങ്ങിലേക്ക് സംഭവങ്ങൾ പോയി തുടങ്ങി എന്നുള്ളതാണ് രസകരം. അടുത്തത് ക്വാളിറ്റി ടെസ്റ്റിങ്ങിനെ പറ്റിയാണ്. അത് നമ്മൾ റോ മെറ്റീരിയൽസ് ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും കൃത്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി ടെസ്റ്റിങ്ങും നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പലപ്പോഴും ഓർഡറുകളൊക്കെ നമ്മൾ സാധനങ്ങൾ ഡെലിവറി ചെയ്തതിന് ശേഷം അവരവിടുന്ന് ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് പലപ്പോഴും റിട്ടേൺ ചെയ്യുന്ന അവസ്ഥയായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇൻറ്റേർണലി തന്നെ കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുകയും വരുന്ന സപ്ലയർ നമുക്ക് തരുന്ന റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുകയും ഒപ്പം തന്നെ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ക്വാളിറ്റീനെ അനുസരിച്ച് വേർതിരിക്കുകയും ഏറ്റവും നല്ല ക്വാളിറ്റി അതിനായിട്ട് ആവശ്യമുള്ള കറക്റ്റായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി സ്വീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് നമുക്കവിടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. ഇറ്റ് ടേക്സ് ടൈം, കാരണം ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആവശ്യമുള്ളൊരു പ്രക്രിയയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷേ നിങ്ങൾക്ക് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് സത്യം. അടുത്തത് ലീൻ മാനുഫാക്ചറിങ്ങിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ചേർത്ത് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എംപ്ലോയീസിൻ്റെ കൃത്യമായിട്ടുള്ള പവറുകളും ഡെലിഗേഷൻ ഓഫ് വർക്കും നടത്തുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് കൃത്യമായിട്ടുള്ള സമയത്ത് എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷനിലേക്കൊക്കെ അത് വഴിതെളിക്കും. പലപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, സർവീസ് ബിസിനസ്സിലൊക്കെയാണ് സ്ഥിരമായിട്ട് സംഭവിക്കുക. പലപ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പോവാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാനായിട്ട് കൃത്യമായിട്ട് പ്രൊഡക്ഷനിലുള്ള ആളുകൾക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഡെലിഗേഷനും പവർ ഡെലിഗേഷനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ലീൻ മാനുഫാക്ചറിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒപ്പം തന്നെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. കസ്റ്റമറിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയ ടെക്നോളജി എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുക, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കുറഞ്ഞ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസർച്ചും ഇന്നൊവേഷൻസും ഒക്കെ വളരെ പ്രധാനമാണ്. മാത്രമല്ല സ്ഥിരമായിട്ടുള്ള ഒരു മോണിറ്ററിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ലീൻ മാനുഫാക്ചറിങ് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുക. കാരണം ഇന്നുള്ള പ്രോസസ്സിനേക്കാൾ ഒരല്പമെങ്കിലും നാളെ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ മാനുഫാക്ചറിങ് കുറച്ചും കൂടിയും പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ള മോഡിലുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് കൂടി അവിടെ സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പം ഓരോ മെഷീനറിയുടെയും എഫിഷ്യൻസി മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഓരോ മെഷീനറിയുടെയും മെയിൻ്റനൻസ് കൃത്യമായിട്ടുള്ള പീരിയോഡിക്കായിട്ടുള്ള ഇടവേളകളിൽ നടത്താൻ പറ്റുന്ന രീതിയിൽ ഒക്കെ സജ്ജമാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത്രയും പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ലാഭകരമായിട്ടുള്ള ഒരു പ്രക്രിയയാക്കിയിട്ട് മാറ്റാം. ഇതിൻ്റെ ഒപ്പം തന്നെ ജാപ്പനീസ് പ്രിൻസിപ്പിളുകളായിട്ടുള്ള 5S പ്രിൻസിപ്പിളും ക്വാളിറ്റി സർക്കിൾ ഇനീഷ്യേറ്റീവും പോലുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രൊഡക്ഷൻ ഫ്ലോറിൽ നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയറായിട്ടും കുറച്ചുകൂടി ലാഭകരമായിട്ടും നമുക്ക് ഏതൊരു പ്രൊഡക്ഷൻ പ്ലാന്റിനെയും മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് ഏതൊരു പ്രൊഡക്ഷനിലും ചെയ്യാവുന്ന പ്രക്രിയയാണ്. ഇത് ആക്ച്വലി നമ്മളൊരു ഫുട്വെയർ പ്ലാന്റിൽ ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകമായിട്ട് ഫുട്വെയറിന് ഏറ്റവും ആദ്യം തന്നെ പറയാതിരുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുട്വെയറിൽ മാത്രമല്ല സാധാരണഗതിയിൽ എന്ത് തരത്തിലുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് ആണെങ്കിലും ഈ ലീൻ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കൊരു ചെറിയ പ്രൊഡക്ഷൻ പ്ലാന്റ് ആണ് ഉള്ളതെങ്കിൽ പോലും
ഈ 7-8 പോയിൻറ്റുകൾ നിങ്ങൾ കരുതുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.